പൊട്ടിച്ച് നോക്കാം, നട്ട് നോക്കാം, കിളിക്കോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഞാൻ ഇന്ന് ഒരു പുതിയൊരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ യിപ്പി ഉണ്ടല്ലോ, ന്യൂഡിൽസ്. അപ്പോൾ ഞാൻ അത് മേടിച്ചു. യിപ്പി എന്ന് വെച്ചാൽ 6 എണ്ണം ഉള്ള പാക്കറ്റ് മേടിക്കുമ്പോഴാണ് ഓരോ വിത്ത് വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 വിത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയേക്കുന്ന വിത്തുകൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കൊറിയാണ്ടർ സീഡ്, ഇറ്റാലിയൻ ബേസിൽ സീഡ്, സ്പിനാച്ച് സീഡ്. അപ്പം ഇങ്ങനെ 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നട്ട് നോക്കാം. ഫസ്റ്റ് ഇത് പൊട്ടിച്ച് നോക്കാം. ഞാൻ പൊട്ടിച്ചില്ല. പൊട്ടിച്ച് നോക്കാം, നട്ട് നോക്കാം, കിളിക്കോ ഇല്ലയോ എന്ന്. ഇവർ പറയുന്നത് 8 മുതൽ 10 ദിവസത്തിനുള്ളിൽ കിളിക്കുമെന്നും 30 മുതൽ 35 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ വിളവ് കിട്ടുമെന്നാണ് അത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് നട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ഇറ്റാലിയൻ ബേസിൽ സീഡ് ഇത് കവർ പൊട്ടിക്കാം. ഇതെങ്ങനെയാണ് വിത്ത് അവർ തന്നേക്കുന്നത്, എത്ര ഉണ്ടെന്നൊക്കെ നോക്കാം. പൊട്ടിക്കാൻ പോവാണേ. നമ്മളപ്പോൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് സീഡ് നമുക്ക് നോക്കാം. ഇതാണ് സീഡ്. നമ്മുടെ ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. മണ്ണിനൊരു നനവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചത്. അവർ പറഞ്ഞേക്കുന്നത് ഈ സീഡ് 0.5 സെന്റിമീറ്റർ താഴ്ചയിൽ നടാനെന്നും അതുപോലെ റോ ടു റോ ആയിട്ട് നടാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റോ ടു റോ ആയിട്ട് നടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ലൈൻ വരയ്ക്കുവാണേ. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ കിട്ടുമല്ലോ. കുറച്ച് വിത്തല്ലേ ഉള്ളൂ. ഇങ്ങനൊരു ചെറിയ ഒരു ലൈന് വരച്ച് കൊടുത്തിട്ട് ആ വിത്ത് അങ്ങ് പാകാം. കുറച്ച് വിത്തേ ഉള്ളൂ. നമ്മളപ്പോൾ വിത്ത് ഇതിനകത്ത് വിതറിയിട്ടുണ്ട്. വിത്തെല്ലാം വിതറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി 8 മുതൽ 10 ദിവസത്തിനുള്ളിൽ കിളിച്ചു വരുമെന്നും 30 മുതൽ 35 ദിവസത്തിനുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാം. സോ ബൈ ബൈ.